ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. God's name be glorified. ദൈവത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. We are trying to learn about God. നമ്മുടെ ചെറിയ ബുദ്ധിയിൽ നമുക്ക് ദൈവത്തെ കുറിച്ച് മുഴുവനായി ഉൾക്കൊള്ളാൻ പഠിക്കാൻ സാധിക്കുകയില്ല. With our few limited brain, it is impossible to know about God. എന്നാൽ വചനത്തിൽ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം ദൈവത്തെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നത്. But we are trying to know about God from the Bible, which is the revealed word of God. നാം ദൈവം ഇല്ല എന്ന് പറയുന്നവർ അവരുടെ വാദങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായി. In the last class, we discussed about the arguments of the people who doesn't believe in God. എന്നാൽ അവരുടെ വാദങ്ങൾ അത് ബാലിശമാണ്, അത് അവർക്ക് തന്നെ തെളിയിക്കുവാൻ കഴിയാത്തതാണ്. But the arguments that we thought, they are they cannot accept, they cannot prove. ഈ രവിചന്ദ്രൻ സാറിന്റെ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നവരായിരിക്കാം. I hope you also hear a lot of messages of Ravi Chandran sir. ഞാനും അതൊക്കെ കേൾക്കാറുണ്ട്. I also listens to his messages. അതിൽ ദൈവം ഇല്ല എന്ന് അവര് സ്ഥാപിക്കുന്ന ഒരു പോയിന്റ് വളരെ രസകരമാണ്. And in that, one of the points which they tell to prove that God doesn't exist is, അതായത് ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു കാരണം ഉണ്ടായിരിക്കും. The point is like this: if there is something, there is a cause, there should be if there is an effect, there should be a cause behind it. ഇപ്പോ പ്രപഞ്ചം ഉണ്ടാക്കിയത് ദൈവമാണ് എന്ന് നാം അതിന്റെ കാരണം കണ്ടെത്തുന്നു. We know that God has created the universe, and that becomes the cause. പ്രപഞ്ചം തനിയെ ഉണ്ടാകുകയില്ല, അതിന്റെ പുറകിൽ ഒരു സൃഷ്ടാവ്, ഒരു ശില്പി, ഒരു ആർക്കിടെക്റ്റ് ഉണ്ടെന്ന് നാം പറയുന്നു. So we claim that there is someone behind this universe, because universe cannot come out of nothing or come out of itself. So there should be an architect behind it. അവർ പറയുന്ന കാര്യം, അങ്ങനെയെങ്കിൽ ദൈവം എങ്ങനെ ഉണ്ടായി? So the question they asked is, if then how did God come into being, into existence? നമ്മുടെ ഉത്തരം ദൈവം സ്വയംഭൂ ആയിരിക്കുന്നവൻ, സെൽഫ് എക്സിസ്റ്റന്റ് വൺ എന്നാണ്. Our answer is that God is self existent. അങ്ങനെയെങ്കിൽ നമുക്ക് പിന്നെ ഉത്തരങ്ങളൊന്നുമില്ല അതിന് സംബന്ധമായി. So other than that, we don't have any answers. ദൈവം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് അജ്ഞാതമായിരിക്കുന്നതിനാൽ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ദൈവമല്ല എന്ന് അവർ സ്ഥാപിക്കുന്നു. So since the existence of God or how he came into existence is unknown to us, and they say that the existence of the universe also we can't prove. എത്രയോ ബാലിശമായ ഒരു പോയിന്റ് ആണ് അവര് മുറുകെ പിടിച്ചിരിക്കുന്നത്. So this is a point or an argument that is very silly. കാരണം കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് കർത്താവ് ഇല്ല എന്ന് പറയുന്ന അതിന് തുല്യമാണ്. Just because they are not able to prove or not able to get enough reasons, they are not willing to believe that God
exist. പക്ഷെ നമുക്ക് ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം ഉണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുന്നു. But to us, God has revealed himself to us that he exists. ആദ്യഭാഗത്ത്, ഇന്നത്തെ ആദ്യഭാഗത്ത് ശരിയായ വിശ്വാസത്തിന്റെ ലക്ഷണങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. Today I would like to show the real reasons why we believe in the existence. ദൈവവിശ്വാസത്തിന്റെ ചില ജെനുവിൻ ലക്ഷണങ്ങൾ ഇവിടെ. Some real facts about God's existence. ഒന്നാമതായി, അത് ധാർമ്മികമായി ഉന്നത നിലവാരം പുലർത്തുന്ന ഉപദേശങ്ങൾ നിറഞ്ഞതായിരിക്കും. The first point is, it is something that is having high moral standard or high righteous standard. ശരിയായ ദൈവവിശ്വാസം അത് മോറലി അക്സെപ്റ്റഡ്, ധാർമ്മികമായിട്ട് അംഗീകാരയോഗ്യമായിരിക്കും. So the right fact or right argument will be always, or right faith will always be acceptable morally and also righteously. രണ്ടാമതായി, അത് സഹജീവികൾക്ക് മാതൃകയായിരിക്കും. Secondly, it will be an example for the co-existing beings. നമ്മുടെ കുടുംബത്തിന് അത് മാതൃകയായിരിക്കും. It will be an example to our family. നമ്മുടെ സമൂഹത്തിന് അത് അംഗീകാരയോഗ്യമായിരിക്കും. It will be acceptable for our society. ശരിയായ വിശ്വാസം അത് മറ്റുള്ളവർക്ക്, സഹജീവികൾക്ക് മാതൃക, അത് കുടുംബത്തിന് മാതൃക, സമൂഹത്തിന് മാതൃകയായി അംഗീകാരയോഗ്യമായിരിക്കും. So it will be as an example. People will accept it. Society will accept it. The people around us will also accept it. മൂന്നാമതായി, സത്യവിശ്വാസം അത് അതിനെ അംഗീകരിക്കാത്തവരെയും മാനിക്കുന്ന വിശ്വാസമായിരിക്കും. The third point is, the real faith will give respect to the person who doesn't even believe it. മറ്റുള്ളവർ വേറെ നിലയിൽ ചിന്തിച്ചേക്കാം. Other people may think differently. അങ്ങനെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതായിരിക്കും ജെനുവിൻ ഫെയ്ത്ത്. So the genuine faith gives the freedom to think otherwise. നമ്മുടെ വിശ്വാസം അംഗീകരിക്കാത്തവരെ ഉന്മൂലനാശം ചെയ്യണം എന്ന് പറയുന്ന മതം ദൈവികമല്ല. So saying that those who do not believe our faith should be killed or should be destroyed, that is not a genuine faith. മത്തായി സുവിശേഷം 5-ാം അധ്യായം Matthew chapter 5 43-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, when we read from verse 43 of Matthew chapter 5, കർത്താവ് പറയുകയാണ്, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. There we read, have you heard that it was said, love your neighbor and hate your enemy? 44-ാം വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത്. But in verse 44 we read like this, but I tell you, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. There it says that love your enemies and pray for those who persecute you. നോക്കുക, നമ്മുടെ വിശ്വാസത്തെ അംഗീകരിക്കാത്തവരെ അഥവാ വിരോധികളായവരെ, ശത്രുക്കളെ, അവരെ ഉന്മൂലനം ചെയ്യാനല്ല പറയുന്നത്, അവരെ സ്നേഹിപ്പിൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. So the people who persecute us, the people who hate us, we are not commanded to kill them, we are not commanded to destroy them, but we are commanded to love them. അപ്പോൾ സത്യവിശ്വാസം അത് അംഗീകരിക്കാത്തവരെ മാനിക്കുന്നതും അവരുടെ ചിന്താഗതികൾക്കനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതുമായിരിക്കും. So the genuine faith will always give freedom, will always
give chance to exercise other thinking, other pattern or other behaviors. അതുപോലെ സത്യവിശ്വാസം അത് മാനവികത അഥവാ മനുഷ്യത്വം ഉള്ളതായിരിക്കും. So the next thing is the genuine faith will always be have a part of humanity. മറ്റുള്ളവരോട് സഹതാപം കാണിക്കുന്ന, കരുണ കാണിക്കുന്ന, സഹായിക്കുന്ന ഒരു വിശ്വാസമായിരിക്കും. It will be a faith that shows grace, that shows compassion, that shows a helping nature. നമുക്കറിയാം, ദൈവം ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവെന്ന് നാം വായിക്കുന്നു. മത്തായി 5:45. We read in Matthew 5:45 that even he causes his sun to rise on the evil and the good and sends his rain on the righteous and as well as the unrighteous. ആ ദൈവത്തിന്റെ സത്യവിശ്വാസത്തിന്റെ ലക്ഷണം മറ്റുള്ളവരെ കരുതുക, സ്നേഹിക്കുക, മാനവികത ഉയർത്തിപ്പിടിക്കുന്നത്, മനുഷ്യത്വമുള്ളത് ആയിരിക്കും. So the genuine faith will always care about others, no matter what color, no matter what religion, always shows humanity and upheld that value. ഒടുവിലായിട്ട് സത്യവിശ്വാസം അത് മറ്റുള്ളവരുടെ റൈറ്റ്സുകൾ അതിനെ മറികടക്കുന്നതായിരിക്കില്ല. The last point is the genuine faith will always give chance for others to exercise their rights. It won't overtake their rights. ഹ്യൂമൻ റൈറ്റ് ആസ്പെക്റ്റിൽ സത്യവിശ്വാസത്തിന് ഫുൾ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. So for the genuine faith will get 100 marks when it comes to showing, exercising rights of other people or their own. ഇങ്ങനെ സത്യവിശ്വാസത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. So like this we can find out how our faith is the genuine faith. ഇന്ന് ദൈവത്തിന്റെ ഗുണസ്വഭാവങ്ങളെ കുറിച്ച്, ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. So in the remaining time we will be discussing about the attributes of our God. ദൈവം ആരാണ് എന്ന് അറിയണമെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. To know God completely we need to know about the attributes of God. പുറപ്പാട് പുസ്തകത്തിൽ ദൈവമേ നിന്റെ തേജസ് കാണിച്ചു തരണമേ എന്ന് മോശെ പ്രാർത്ഥിക്കുകയുണ്ടായി. We read in the book of Exodus where Moses is pleading to God saying, Lord, show me your glory. 33-ാം അധ്യായം, പുറപ്പാട് 33-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലാണ് അത് കാണുന്നത്. We read that in Exodus chapter 33 verse 18. ദൈവമേ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം. In the verse 18 Moses says, now show me your glory. ദൈവം അരൂപിയാണ്, ആത്മാവാണ്, ദൈവത്തിന് രൂപമില്ല. God is spirit. He has no particular features or he doesn't have a shape. മനുഷ്യർക്കുള്ളത് പോലെ ഉള്ള ഒരു രൂപം ദൈവത്തിനില്ല. He doesn't have a form like human being. അതുകൊണ്ട് ദൈവത്തെ കാണിച്ചു തരാനായിട്ട് മോശ ആവശ്യപ്പെട്ടപ്പോൾ, but when Moses asked to see God, ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങളാണ്. But we see that when he asked to reveal God or to show himself to Moses, we see that instead of showing himself, which is impossible, he showed his attributes. 34-ാം അധ്യായം അതിന്റെ 6-7
6ഉം 7ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, when we read verse 6 and 7, യഹോവ അവന്റെ മുൻപാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവ verse 6 it says that he passed in front of Moses proclaiming, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ. We read that the Lord, the compassionate and gracious God, slow to anger and abounding in love and faithfulness. 7ാം വാക്യത്തിൽ 1000 ദയപാലിക്കുന്നവൻ, maintaining love to thousands, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, and forgiving wickedness, rebellion and sin. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3ാമത്തെയും 4ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. We read that he does not leave the guilty unpunished. He punishes the children and their children for the sin of fathers to 3rd and 4th generations. നോക്കുക, ദൈവം തന്റെ സ്വഭാവ ഗുണങ്ങളാണ് ഇവിടെ മോശയ്ക്ക് പ്രദർശിപ്പിച്ചത്. In this chapter, from verse 6 and 7, we read that God is revealing his attributes or the behavior to Moses. അങ്ങനെ ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങളെ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ, thus when God revealed his attributes to Moses, അതിനനുസാരമായി മോശെ ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നത് നാം കാണുന്നു. and when he after saying this, we see Moses pleading to the Lord. 9ാമത്തെ വാക്യത്തിൽ മോശെ പറയുകയാണ്, അവസാനത്തെ വാചകം, ദൈവമേ, ഇത് ദുശാഠ്യമുള്ള ജനം തന്നെ എങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് പറഞ്ഞു. And in verse 9 of chapter 34 of Exodus, he prays like this, O Lord, if I have found favor in your eyes, he said, then let the Lord let go with us. Although this is a stiff-necked people, forgive our wickedness and our sin and take us as your inheritance. ദൈവം അകൃത്യവും പാപവും ക്ഷമിക്കുന്നവനാണെന്ന് ദൈവം വെളിപ്പെടുത്തിയപ്പോൾ, when God revealed to Moses that he is a forgiving God, മോശ പറയുകയാണ്, ദൈവമേ, ഇസ്രായേൽ മക്കളാകുന്ന ഞങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. then Moses began to pray accordingly, saying that, Lord, please forgive the sins of these people because you are a forgiving God. ദൈവം അകൃത്യത്തെ ക്ഷമിക്കുന്നതായിട്ട് നാം പിന്നീട് കാണുന്നു. And we read that God is forgiving their sins. അപ്പോൾ ദൈവത്തിന് അനേക ഗുണസ്വഭാവങ്ങളുണ്ട്. So there are so many attributes for our God. ഈ ഗുണസ്വഭാവങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. We can divide these attributes into two main categories. ഒന്ന്, ദൈവത്തിന് മാത്രം ഉള്ള ഗുണസ്വഭാവങ്ങൾ. The number one, the first division is the attributes which God only possesses or has. തിയോളജി ഭാഷയിൽ, ദൈവശാസ്ത്ര ഭാഷയിൽ അതിനെ നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് അഥവാ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. In theology we call it as natural attributes or incommunicable attributes. ദൈവത്തിന് മാത്രം ഉള്ള ഗുണസ്വഭാവങ്ങൾ. Some of the attributes which only God has. ഒന്ന്, ദൈവം സ്വയംഭൂവായവനാണ് അഥവാ സെൽഫ് എക്സിസ്റ്റന്റ് വണ്ണാണ്. The first one is God is the God who came by himself or he who exists by himself. തന്നെ ആരും ഉണ്ടാക്കിയതല്ല, താൻ സ്വയമായിട്ടുള്ളവായവനാണ്. Nobody created God. രണ്ട്, ദൈവം സെൽഫ് സഫീഷ്യന്റ് ആണ്, സ്വയം പര്യാപ്തതയുള്ളവനാണ്. Secondly is
He is a self-sufficient God. He doesn't need support. ആരിലും ആശ്രയിക്കേണ്ട ആവശ്യം ദൈവത്തിനില്ല. Yeah, he don't have to depend upon anybody. നമ്മൾ നമ്മെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു എന്നാണ് ശ്രേഷ്ഠനായ പൗലോസ്ലീഹ പറഞ്ഞിട്ടുള്ളത്. Yeah, when we talk about ourselves, we say that we are or we exist because of the grace of God. Even Paul says like that. എന്നാൽ ദൈവത്തിന് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. But God doesn't have to say like that. ദൈവം പറയും, ഞാൻ യഹോവ, ഞാൻ തന്നെ നിങ്ങളെ നടത്തുന്നവൻ. He said, I am the Lord Jehovah, I am the one who guides you. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുമ്പോൾ തന്നേക്കാൾ വലിയവൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. When God is blessing Abraham, we see that there is nobody greater than God. So God is personally blessing Abraham, saying, I Lord bless you. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, when we read Hebrews chapter 6 verse 13, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. When God made his promise to Abraham, since there was no one greater for him to swear by, he swore by himself, saying, I will surely bless you and give you many descendants. കാരണം ഉയർന്നവൻ താണവനെയാണ് അനുഗ്രഹിക്കുന്നത്. Always the greater person blesses the smaller person. ദൈവം അനുഗ്രഹിക്കുമ്പോൾ തന്നേക്കാൾ വലിയവൻ ഇല്ലാഞ്ഞിട്ട് എന്ന് ഒരു വാചകം നമ്മുടെ കാണുന്നു. But when God is blessing Abraham, there is nobody greater than him. ദൈവം സ്വയം പര്യാപ്തതയുള്ളവനാണ്. He is a self-sufficient God. മൂന്നാമതായി ദൈവം സർവാധികാരിയാണ്. And when we see about thirdly, he is a sovereign God. തനിക്ക് മീതെ വേറെ അധികാരം ഇല്ല. There is no one above him. ഈ പ്രപഞ്ചത്തിൽ സുപ്രീം അതോറിറ്റി നമ്മുടെ ദൈവമാണ്. In the whole universe or in the whole known universe, there is nobody supreme than God. ദൂതന്മാരുടെ മധ്യേ എന്ത് ചെയ്യണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. In the midst of angels, God decides what to be done, what should be done. നക്ഷത്രങ്ങളെ നിലനിർത്തണമോ നശിപ്പിച്ചു കളയണമോ ദൈവമാണ് തീരുമാനിക്കുന്നത്. God decides when to destroy a star or should I keep it exist. ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുന്നതും അതിനെ വാഴുന്നതും ദൈവമാണ്. God is the one who rules the nations, whether to destroy it or to raise it up. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ നെബുക്കദ്നേസർ വിചാരിച്ചത് അദ്ദേഹമാണ് ലോകം ഭരിക്കുന്നത് എന്നായിരുന്നു. We know the king of Babylon, Nebuchadnezzar. He was thinking that he was the supreme being. എന്നാൽ ദൈവം ആ രാജാവിനെ ബാധിച്ച് അവനെ സിംഹാസനത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് 7 വർഷം അവൻ കാട്ടിൽ മൃഗത്തെ പോലെ കഴിയേണ്ടതായിട്ട് വന്നു. But because of this, God taught him a lesson, and he had to leave the kingdom, and he has to live 7 years in the forest or in the wilderness. എന്നിട്ട് അവന് സുബോധം വന്ന് തിരിച്ചു വന്നപ്പോ അവൻ പറയുന്ന ഒരു വാചകം ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. When he came to his senses, or when he got back his memory, he said something about this God that we read in the book of Daniel chapter 4 verse 34. അവൻ പറഞ്ഞു, ഞാനല്ല അധികാരി, എനിക്ക് മീതെ ഒരു സർവാധികാരി ഉണ്ട്.
I am not the ruler, I am not the supreme one. There is someone who is above me. അവനാണ് രാജാക്കന്മാരെ ആക്കുന്നതും രാജാക്കന്മാരെ നീക്കം ചെയ്യുന്നതും. He is the one who keeps the kings and remove the kings. അവന്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കാനോ ആർക്കും കഴിയുകയില്ല. We read that no one can hold back his hand or say to him, what have you done? ദൈവം സർവാധികാരിയാണ്. So God is a supreme being. മാത്രമല്ല വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലും എന്തും പ്രവർത്തിക്കാൻ ദൈവത്തിന് അധികാരമുണ്ട്. So as a believers, God has all the rights to deal with us the way he pleases. ഇയ്യോബിന് മാരകമായ രോഗം വന്നു. We read about Job. He had a severe sickness. ഇയ്യോബ് വാദപ്രതിവാദം ചെയ്യുന്നു, ദൈവമേ ഞാൻ നല്ലവനായിട്ട് ജീവിച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? He questioned God, saying that being a good man, being a righteous man, how could you allow this to me? ഞാൻ നീതിമാനായിട്ട് ജീവിച്ചിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? Why this? Being a righteous man, how can I be this helpless? എന്റെ കണ്ണുമായിട്ട് നിയമം ചെയ്ത് ഞാൻ അങ്ങനെ വിശുദ്ധമായിട്ട് ജീവിച്ചു, എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു ഇത്? I had a pure life, even I kept a covenant with my eyes. ദൈവം കൊടുത്ത ഉത്തരം എന്തായിരുന്നു? What is the answer that God gave to Job? ഇയ്യോബേ ഞാൻ സർവാധികാരിയാണ്. Job, you should know one thing. I am a supreme one. I am the sovereign one. ആകാശത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും അവയെ പരിപാലിക്കുന്നതും ഞാനാണ്. I am the one who controls the sky, the one who feeds the birds. കടലിലെ ജീവികളെ നിയന്ത്രിക്കുന്നതും അവയെ പരിപാലിക്കുന്നതും ഞാനാണ്. I am the one who protects the oceans, who feeds, who controls the ocean. ഫോറസ്റ്റ് കാടുകളിലെ കാര്യങ്ങൾ, മനുഷ്യർ ചെന്നെത്താത്ത അന്ധകാര നിബിഡമായിട്ടുള്ള കാടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നതും നിയന്ത്രിക്കുന്നതും ഞാനാണ്. I am the one who observes and guides the things that happens in the deep remote forest. വളരെ മനോഹരമായ ഒരു വാക്യം നാം വായിക്കുന്നുണ്ട്. We read a beautiful verse in that book. ഇയ്യോബേ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? 39, chapter 39 of Job. In chapter 39 of Job, he asked this question, do you know the mountain goats give birth? മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുന്നുണ്ടോ? Do you watch when the doe bears her fawn? മനുഷ്യർ കടന്നു ചെല്ലാത്ത ഘോര വനങ്ങളിൽ നടക്കുന്ന ആ വേദന, അവിടെ നടക്കുന്ന പ്രയാസങ്ങൾ അതറിയുന്നവനാണ് ദൈവം. So God knows what even happens in the deep forest where human beings cannot go through. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. We read that the voice of the Lord helps to give birth to the animals. അങ്ങനെ കാടുകളിലെ കാര്യങ്ങൾ കാണുന്നവനും നിയന്ത്രിക്കുന്നവനും ഞാനാണ്. So he is the one who guides and controls the things that are happening in the forest. അങ്ങനെയുള്ള ഞാൻ ഇയ്യോബേ നിന്റെ വിഷമം, നിന്റെ കാര്യം കാണുന്നില്ല, അറിയുന്നില്ല എന്നാണോ നീ വിചാരിക്കുന്നത്? So being a person who knows all this, do you still think that I am unaware of your problems? ഞാൻ സർവാധികാരിയാണ് ഇയ്യോബേ. I am the sovereign Lord. നമ്മുടെ മേൽ എന്തും ചെയ്യുവാനുള്ള അധികാരം, സ്വാതന്ത്ര്യം ദൈവത്തിനുണ്ട്. So God has all the rights to deal accordingly with ourselves. അതാണ് ദൈവം ഇയ്യോബിനെ പഠിപ്പിച്ച കാര്യം. So that is the lesson that God taught Job. ഇയ്യോബ് പറഞ്ഞു, ദൈവമേ ഞാൻ ഈ കാര്യം നേരത്തെ മനസ്സിലാക്കിയില്ല. God, I didn't know all these things. നിനക്ക് സകലവും കഴിയുമെന്നും
നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ദൈവമേ ഞാനിപ്പോ അറിയുന്നു. Lord, I know that nothing is impossible to you and nothing can stop your causes. വിശ്വാസികളിൽ പലർക്കും ഇപ്പോഴും അത് അറിഞ്ഞുകൂടാ. But many of our believers doesn't know about this. നമുക്ക് ചെറിയ പ്രയാസങ്ങൾ സംഭവിക്കുമ്പോ എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ഇത് അനുവദിച്ചത് എന്ന് പരാതി പറയുന്നവരാണ് നാം എല്ലാവരും. When some bad things happen to us, even today we ask this personal question, why it happened to me? ദൈവം പറയുന്നു, നിനക്കല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യരോടും എല്ലാ വിശ്വാസികളുടെ മേലും എന്തും ചെയ്യുവാനുള്ള സർവാധികാരം എനിക്കുണ്ടെന്നാണ് ദൈവം പറയുന്നത്. Not only to you, but to all the people who are alive in this world, I have the right to deal accordingly as I please. അത് ദൈവത്തിന് മാത്രമുള്ള ഗുണസ്വഭാവമാണ്. So this is one of the attribute or that only God has. അതുപോലെ ദൈവം സർവശക്തനാണ്. And some of the other attributes are God is omnipotent. വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ വിളിച്ചു വരുത്തിയവനാണ് ദൈവം. He is the one who created by his word. അവന്റെ ശക്തി അപാരമാണ്. His power is unmatchable. അതുപോലെ ദൈവം സർവവ്യാപിയാണ്. Similarly, God is omnipresent. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? Where shall I go from your spirit? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. If I ascend to heaven, you are there. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ അവിടെ നീ ഉണ്ട്. If I lay down my bed in the shades, in the Hades, you are there. 139 സങ്കീർത്തനം അതിന്റെ 8ാമത്തെ വാക്യത്തിന് 9ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാൻ when we read Psalm 139 and verse 9, ഞാൻ ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. If I rise on the wings of the dawn, if I settle on the far side of the sea, even there your hand will guide me, your right hand will hold me fast. യോന മരിക്കാനായിട്ട് തീരുമാനിച്ച് തന്നെ എടുത്ത് കടലിലേക്ക് എറിയാനായിട്ട് ആവശ്യപ്പെട്ടു. Jonah wanted to die and he requested his co-passengers to throw him into the sea. അവര് വളരെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അവനെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞത്. Even after a lot of prayer, they got the strength to throw him into the sea. എന്നാൽ യോന വിചാരിച്ചത് മരിച്ചു എന്നാണ്. പക്ഷെ കണ്ണ് തുറന്നപ്പോ കണ്ടത് അവൻ ഏതോ ഒരു വാഹനത്തിന്റെ ഉള്ളിലാണ്, വലിയ മീനിന്റെ ഉള്ളിലാണ്. He thought that he died, that is the end of his life. But when he opened his eyes, he felt something strange, as if he is inside a vehicle. സ്ഥലകാലബോധം കണ്ടെത്താൻ കുറച്ച് സമയം എടുത്തു കാണും. Maybe it was difficult for him to identify his location. ഇത് പാതാളമാണോ? Is it hell? പാതാളമല്ല. No, it is not. ഇത് സ്വർഗമാണോ? Is it heaven? ഇത് സ്വർഗമല്ല. No, it is not heaven. എവിടെയാണ് താൻ വന്ന് വീണത് എന്ന് തിരിച്ചറിയാൻ അല്പസമയം യോന എടുത്തു കാണും. So Jonah must have taken some time to ponder upon this question, where I have landed, where am I? പക്ഷെ യോനയെ വിഴുങ്ങാൻ വേണ്ടി ദൈവം കൽപ്പിച്ചത് കൊണ്ട് ആ കപ്പലിന്റെ പിന്നാലെ ഈ മത്സ്യം വന്നുകൊണ്ടിരുന്നു. Since God has commanded to swallow Jonah, maybe the fish was following this ship for a long time. അങ്ങനെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് നാം വായിക്കുന്നു. We read that from inside the stomach of that great whale, Jonah prayed and his prayer was listened. നമ്മുടെ ദൈവം സർവവ്യാപിയാണ്. So our God is omniscient God, omnipresent.